മാളവിക വിചാരിക്കുന്നത് പോലെ ജോബിന് ഞാനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ ഹോസ്പിറ്റലിൽ വെച്ച് ആകസ്മികമായി തുടങ്ങിയതല്ല. ജോബിനെ വളരെ വർഷങ്ങൾക്ക് മുൻപേ എനിക്കറിയായിരുന്നു. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞ, മെഡിസിൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു 5 കൊല്ലം ബാംഗ്ലൂരില്. നോ, നിങ്ങൾ കള്ളോ പറയുന്നേ? അങ്ങനെ ഒരു പരിചയവും നിങ്ങൾ തമ്മിലില്ല. ഞാൻ എന്തിന് ഇയാളോട് കള്ളം പറയണം? സംശയം ഉണ്ടെങ്കിൽ ജോബിനെ ഒത്തുള്ള പഴയ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം. ഐ മീൻ, ഞങ്ങളുടെ ഹൗസ് ഏജൻസി തുടങ്ങുന്നതിന് മുൻപേ എടുത്തതാ. അല്ലെങ്കിൽ വേണ്ട, താൻ ജോബിൻ വരുമ്പോ ചോദിച്ചു നോക്കി. അങ്ങനെ ഒരു സൗഹൃദം നിങ്ങൾ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഡോക്ടർ എന്തിനാ അത് എന്നെ ഒളിച്ചു വെച്ചത്? അതെനിക്കറിയില്ല. ഒരുപക്ഷെ തന്റെ ഈ പൊസസീവ്നെസ് കാരണമായിരിക്കും. പഴയ ഫ്രണ്ടിന് വർഷങ്ങൾക്ക് ശേഷം ഒരേ തൊഴിലെടുത്ത് വെച്ച് ഭർത്താവ് വീണ്ടും കണ്ടുമുട്ടിയെന്നറിയുമ്പോ എത്ര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഭാര്യയും ഒന്ന് പകയ്ക്കും. പ്രത്യേകിച്ചും മാളവികയെ പോലെ സെൻസിറ്റീവായ ഒരാള്. ഞാൻ ഈ കാര്യം പറഞ്ഞതൊന്നും ജോബിനോട് പറയരുത് കേട്ടോ. പണ്ട് ഞങ്ങൾ പരസ്പരം പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങൾ വെറും ഫ്രണ്ട്സ് ആണ്. ഓൺലി ടിക് ഫ്രണ്ട്സ്. ദയവ് ഇത് മാളവിക തെറ്റിദ്ധരിക്കരുത്. ഹലോ, റൂം സർവീസ് അല്ലേ? 203 ഒരു കോഫി വേണം. റൂം ചെക്കൗട്ടാണേ. ബില്ല് കൂടി കൊടുത്തു വിടണം. പണിക്കരെ, ഒന്ന് നിന്നേ. അല്ല, അപ്പുവിന്റെ ചികിത്സയുടെ കാര്യമൊക്കെ എന്തായി? വല്ലതും തുടങ്ങിയോ? തുടങ്ങി. ഇപ്പൊ ട്രീറ്റ്മെന്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. അല്ല, ഞാൻ ചോദിക്കുന്നതുകൊണ്ട് പണിക്കർക്കനോട് അലോഹ്യമൊന്നും തോന്നരുത്. ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവുമോ പണിക്കരെ? പ്രയോജനം ഉണ്ടാവാൻ വേണ്ടിയാണല്ലോ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ചികിത്സയുടെ ഭാഗമായി പ്രയോജനം കിട്ടിയ എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അല്ല, അത് പറയുമ്പോ ഒരു മേനിക്കങ്ങ് പറയാന്നല്ലാതെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഇല്ലെന്നാ കേൾക്കുന്നേ. ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. ആണ് പെണ്ണായാലും പെണ്ണാണായാലും രൂപം കൊണ്ടും വേഷം കൊണ്ടും ആൾക്കാരുടെ കണ്ണിൽ വെറുതെ പൊടിയിടാന്നല്ലേ ഉള്ളൂ. അല്ലാതെ ഒരാണിനും പെണ്ണിനും ദൈവം കൊടുത്ത കഴിവൊന്നും ഉച്ച കുത്തി നിന്നാ മാറ്റി കിട്ടാൻ പോകുന്നുണ്ടോ പണിക്കരെ? അല്ല, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ലെന്നറിയാം. എന്നാലും വേണ്ടപ്പെട്ടവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാണുമ്പോ എത്രയൊക്കെ ആയാലും അതിന്റെ സങ്കടം നമുക്കും കാണാതിരിക്കൂ. അപ്പൊരാണായി ജീവിക്കാൻ ആഗ്രഹം തോന്നിയാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സ് മാറ്റാനും തിരുത്താനും ഞങ്ങളാൽ കഴിയും വിധം ശ്രമിച്ചതല്ലേ. എന്തൊക്കെ ചെയ്തിട്ടും അപ്പോൾ ആ തീരുമാനം മാറ്റില്ലെന്ന് മനസ്സിലായപ്പോഴല്ലേ ഞങ്ങളും ആ ആഗ്രഹത്തിനൊപ്പം ചേർന്നത്. അത് നേരാ. മക്കളെന്ത് കന്നം തിരിവ് കാണിച്ചാലും ജന്മം കൊടുത്തവരത് സഹിച്ചല്ലേ പറ്റൂ. അല്ലാതെ കുന്നുകളയാനൊന്നും പറ്റില്ലല്ലോ. എന്നാ ഞാൻ പോട്ടെ ഇന്ദിരമ്മേ.
അല്പം തിരക്കുണ്ട്. പണിക്കരെ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. അപ്പുവിന്റെ പേരിൽ എന്തോ ഒരു കേസോ വഴക്കോ നടന്നെന്ന് മുരളി വീട്ടിൽ പറയുന്ന കേട്ടു. എന്താ അത്? അത് പിന്നെ അപ്പുവിനോടൊരു വക്കീൽ മോശമായി പെരുമാറി. എന്നിട്ട് അയാൾ അപ്പുവിനെതിരെ കേസ് കൊടുത്തു. അതൊക്കെ ഇന്നലെ തന്നെ സെറ്റിലായി. ഓ, എന്തൊത്തുതീർപ്പാക്കിയെന്ന് പറഞ്ഞാലും അപ്പൂനെ കൊണ്ട് ചില്ലറയും ചില്ലാനോ ഒന്നും അല്ലല്ലോ നിങ്ങൾ കിടന്ന് അനുഭവിക്കുന്നത്, അല്ലേ? അച്ഛനും അമ്മയും അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ കർമ്മദോഷം കൊണ്ടാണെന്നെങ്കിലും പറയാം. പക്ഷെ ഇതിപ്പോ നാട്ടുകാർക്കും കൂടി അല്ലേ അതിന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കേണ്ടി വരുന്നത്. എന്റെ പണിക്കരെ, ആദ്യം നിങ്ങൾ ആ കൊച്ചിനെ ചികിത്സിക്കാൻ നിൽക്കാതെ കൊണ്ടുപോയി ഏതെങ്കിലും നല്ലൊരു ജ്യോത്സ്യരെ കാണിക്ക്. ഒന്നുമില്ലേലും കുറഞ്ഞത് എത്ര നാൾ കൂടി ഈ കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന് കൂടി അറിയാലോ. പിന്നെ അതിന് യോഗം ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതൊക്കെ അങ്ങ് മാറാനും മതി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പു മിക്കവാറും ഉടനെ ഇവിടെ നിന്ന് പോവും. അങ്ങനെയാണെങ്കിൽ അപ്പുവിനെ കൊണ്ട് പിന്നെ ആർക്കും ശല്യം ഉണ്ടാവില്ലല്ലോ. എന്നാലും മതി. അല്ല, ഒന്നാലോചിച്ചാ ദൂരെ എവിടെയെങ്കിലും മാറ്റി നിർത്തുന്നതാ നല്ലത്. അതാവുമ്പോ നിങ്ങൾക്ക് കാണണോന്ന് തോന്നുമ്പോ ഇടയ്ക്ക് പോയി കണ്ടേച്ചു വന്നാ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് ഒരു സ്വസ്ഥത കിട്ടുമല്ലോ. അപ്പു കാരണം ഇവിടെ ആർക്കും ഒരു സ്വസ്ഥത കേടുണ്ടാവില്ല. അപ്പു ഇവിടെ നിന്നാലും ഇവിടുന്ന് പോയാലും ആ ഒരു ഉറപ്പ് പോരെ ഇന്ദിരാമ്മയ്ക്ക്? അയ്യോ, ഞാൻ എന്റെ കാര്യമല്ല പണിക്കരെ പറഞ്ഞത്. അല്ല, മൊത്തത്തിൽ പൊതുവെ എല്ലാവർക്കും. മതി മതി. ഇന്ദിരാമ്മ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഇനി അപ്പുവിനെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞത്. പറഞ്ഞത് അങ്ങേർക്ക് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ചേടാ, ഈ വന്ന കാലത്ത് ഒരു നല്ല കാര്യം ആരോടും പറയാൻ പറ്റില്ലെന്നായി. എന്റെ കൃഷ്ണ ഭഗവാനെ, എനിക്കെന്ത് കാര്യം. അല്ല, അപ്പൂനിങ്ങനെ ഒരു പോലീസ് കേസ് ഉണ്ടായതൊക്കെ ഇന്ദിരാമ്മ എങ്ങനെ അറിഞ്ഞു? അമല പറഞ്ഞ് മുരളി അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാവും അത് അവരുടെ കാതിലെത്തിയിട്ടുണ്ടാവുക. മുരളി ഇത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളെ വിളിച്ചൊന്ന് അന്വേഷിക്കായിരുന്നില്ലേ? അങ്ങനെയൊന്നും മുരളിയുടെ അശ്വതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലല്ലോ. അതിനെപ്പറ്റി ഞാനും ആലോചിക്കായിരുന്നില്ല. നേരിട്ട് വന്ന് അന്വേഷിച്ചില്ലെങ്കിലും അറിഞ്ഞ സ്ഥിതിക്ക് മുരളിക്ക് ഫോണിൽ വിളിച്ചെങ്കിലും എന്താ ഏതാണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കായിരുന്നു. ചിലപ്പോ തിരക്കിനിടയിൽ വിട്ടുപോയതാവും. അല്ലെങ്കിൽ നമുക്ക് വിഷമാവെന്ന് കരുതി വിളിക്കാൻ മടിച്ചിട്ടാവും. നമ്മളെ കൊണ്ട് എല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും അപ്പു കാരണം എന്നും ഓരോ പ്രശ്നങ്ങളാണല്ലോ. ഇപ്പൊ മുരളിയുടെ കാര്യം തന്നെ എടുത്താ, അവരുടെ സമാധാനം ഇല്ലാതായതിന് പിന്നിലും മാളും ഒപ്പം തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനല്ലേ. അതിലൊരു കഴമ്പും ഇല്ലെന്ന് അശ്വതിക്ക് മുരളിക്ക് നേരിട്ട് അറിയാവുന്നതല്ലേ. കാര്യമൊക്കെ ശരി തന്നെ. എന്നാൽ അവരുടെ കുടുംബത്തില് സമാധാനക്കേടിന്റെ ഒരു ചിഹ്നമായിട്ടാണല്ലോ അപ്പുവിനെ എല്ലാവരും കാണുക. വിശേഷിച്ച ആ ഇന്ദിരാമ്മ. അപ്പുവിനെ കുറിച്ച് ഇന്നത്തെ അവരുടെ സംസാരത്തിൽ അത് പ്രകടമായിരുന്നു. അവര് പറയുന്നൊന്നും അശ്വതി മുരളിയും കാര്യമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ദിരാമ്മയ്ക്ക് പണ്ടേ അപ്പൂനെ കണ്ടുടല്ലോ. മുരളി അശ്വതിയൊന്നും അത് കാര്യമാക്കില്ലായിരിക്കും. എന്നാലും കുറെ പ്രാവശ്യം പറയുമ്പോൾ ആർക്കായാലും അതിലെന്തെങ്കിലും കാര്യം ഉണ്ടായി തോന്നിയാ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മുരളി അശ്വതിയെ സംബന്ധിച്ച് മാളുവിന്റെ ലൈഫാണ് അവർക്ക് എല്ലാറ്റിലും വലുത്. അപ്പുവിനോടും നമ്മളോടുള്ള സെന്റിമെന്റ്സ് ഒക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിലവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഗീത. അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചിന്തിക്കൂ. ഗീത, ഞാനൊരു കാര്യം പറഞ്ഞാൽ തനിക്ക് വിഷമാവോ? ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചപ്പോ അപ്പോൾ എടുത്ത തീരുമാനമാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ അങ്ങനെ തോന്നാൻ? താനൊന്ന് ആലോചിച്ച് നോക്ക്. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ അത് തനിക്കായിരിക്കും നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുത്തതിന് ശേഷം, ഒരു ആൺകുട്ടിയായി ജീവിക്കാൻ തീരുമാനിച്ചതിന് ശേഷം എന്തെല്ലാം പ്രോബ്ലംസ് നമുക്ക് അല്ലെങ്കിൽ അപ്പോൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്റെ കണക്കിൽ തന്നെ എത്രയോ ഉണ്ട്. അപ്പോ അതിൽ എത്രയോ കൂടുതലായിരിക്കും തൻ്റേത്. അനുഭവിച്ചേക്ക് വെച്ച് നോക്കുമ്പോ ഇപ്പൊ അനുഭവിക്കുന്നൊന്നും ഒന്നും അല്ലെന്നാ തോന്നുന്നത്. അതൊക്കെ നമ്മുടെ വെറും മിഥ്യാധാരണയാക്കിയതാ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഒരു സോഷ്യൽ സെറ്റപ്പിൽ ഒരിക്കലും അപ്പുവിനെ പോലൊരാൾക്ക് സുരക്ഷിതമായൊരു നിലനിൽപ്പ് അത്ര എളുപ്പമല്ല. പുറമേ വലിയ പുരോഗമനമൊക്കെ പറയുമെങ്കിലും മലയാളികളുടെ ജീവിതം പൊതുവെ ഒരു സദാചാര കൂട്ടിലാണ് ഇപ്പോഴും.
ആ കൂട്ടിൽ കാലങ്ങളായിട്ട് കിടക്കുന്നവർക്ക് അപ്പുവിനെ പോലെ ഉള്ളവർ എന്നൊരു വിചിത്ര ജന്മമായിട്ടേ തോന്നുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ പരിഹാസ കഥാപാത്രങ്ങളാണ്. നമ്മൾ എത്ര കരുതിയിരുന്നാലും എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിലും എത്രയോ നല്ലതാ അപ്പുവിനെ അവന്റെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് പോവാൻ അനുവദിക്കുക എന്ന് പറയുന്നത്. എന്താ തന്റെ അഭിപ്രായം? എനിക്കും അങ്ങനെ തോന്നുന്നു. എന്നാലും ട്രീറ്റ്മെന്റ് കഴിയുന്നവരെങ്കിലും അപ്പൊ നമ്മളോട് ഉണ്ടാവുന്നതല്ലേ നല്ലത് വിപി? അത് നല്ലത് തന്നെ. പക്ഷേ അത്രയും നാൾ അപ്പുവിന് ഇവിടെ സമാധാനത്തോടെ കഴിയാൻ പറ്റുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? ബാംഗ്ലൂർ പോലുള്ള മെട്രോസിൽ അപ്പുവിന് ട്രീറ്റ്മെന്റിനാണെങ്കിലും സ്റ്റഡീസിനാണെങ്കിലും കുറച്ചുകൂടി സ്പേസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവനെ കാണണം തോന്നുമ്പോ നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി വരികയും ചെയ്യാലോ. താനെന്താന്നും പറയാത്തത്? വി പി എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ. എനിക്ക് മറുത്തൊരു അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അപ്പു എവിടെയായാലും ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. തനിച്ചായി പോയിന്ന് ഒരു തോന്നലും ഉണ്ടാവരുത്. എനിക്കത്രേ ഉള്ളൂ. നീ വന്നോട്ടോ ജോക്കുട്ടാ. ഇന്നലെ നീ ഇത് എവിടെയായിരുന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ ഇവിടെ കുറച്ചു പേര് ഇങ്ങനെ ഉണ്ടെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? ഡേയ്സമ്മ എത്ര തവണ നിന്നെ ഫോൺ വിളിച്ചു. അവളുടെ മുന്നിലൊന്നും ചെന്ന് പെടണ്ട കേട്ടോ. വലിയ ഡോക്ടറാണെന്ന് അവള് നോക്കുകയല്ല, നല്ല പിടവെച്ച് തരും. എന്നെ കോലവാടാ ഇത്. രാത്രി ഉറക്കമൊന്നുമില്ലേ നിനക്ക്? അത് പിന്നെ അമ്മച്ചി ഇന്നലെ നല്ല ജോലി തിരക്കായിരുന്നു. ഓ പിന്നെ നല്ല ജോലി തിരക്ക്. ഈ നാട്ടിൽ നീ മാത്രമേ ഉള്ളോ വലിയ ഡോക്ടർ പരീക്ഷ പാസ്സായ ആള്? ചെറുക്ക, എന്നതാ നീ നേരത്തിനും കാലത്തിനും വീട്ടിൽ വരാത്തെ? എന്തേലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ നീ തുളസിയമ്മച്ചോട് പറ, ഞാൻ ആരോടും പറയത്തില്ല. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഇനി അമ്മച്ചിയായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. ജോബിനൊന്ന് നിന്നേ. നീ ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഹോസ്പിറ്റലായിരുന്നു മമ്മി. ഞാൻ ഇന്നലെ നിന്നെ എത്ര തവണ വിളിച്ചു? സോറി മമ്മി. അത് പിന്നെ 1-2 എമർജൻസി കേസുകൾ വന്നതുകൊണ്ട് അതിനിടയിൽ മമ്മിയുടെ കോള്. വേണ്ട വേണ്ട, നീ അങ്ങനെ സോറി പറഞ്ഞ് സോപ്പിടുകയൊന്നും വേണ്ട. എന്റെ കോള് കണ്ടില്ലെങ്കിലും വിളിക്കേണ്ടവരെല്ലാം നീ വിളിച്ചല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോഴാ നീ വിളിച്ച കാര്യം മാളു എന്നോട് പറഞ്ഞത്. എന്നെ വിളിച്ചില്ലെങ്കിലും അവളെ വിളിച്ച് വരില്ല എന്നുള്ള കാര്യം പറയാനുള്ള മര്യാദയെങ്കിലും എന്റെ മോൻ കാണിച്ചല്ലോ. അതിന് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. അവളെ വിളിച്ചെന്നറിഞ്ഞപ്പോഴാ ഒന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയത്. ദേ, ഇനി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വല്ലതും വന്നാ ഇതുപോലെ നീ അവളെ വിളിച്ചെങ്കിലും ഒന്ന് കാര്യം പറഞ്ഞേക്കണം. അത്രയെങ്കിലും ഉപകാരം എന്റെ പൊന്നുമോന് ചെയ്യാലോ. സോറി മമ്മി. ഇനി ഞാൻ മമ്മിയെ കൂടി വിളിച്ച് പറഞ്ഞേക്കാം. വേണ്ട വേണ്ട, നീ അങ്ങനെ രണ്ടുപേരെയും വിളിച്ച് ബുദ്ധിമുട്ടണ്ട. കാര്യങ്ങളൊക്കെ അവളോട് വിസ്തരിച്ച് പറഞ്ഞാ മതി. ഞാനത് അവളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. എനിക്കും അതാ ഇഷ്ടം. എന്താടാ, എന്താ ഒരു സ്മെല്ല്? അത് സ്പിരിറ്റിനാവും മമ്മി. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഇന്നിനി പോണോ നിനക്ക്? പോണം. കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. നീ എന്തിനാ എല്ലാം അവളെ വിളിച്ച് പറഞ്ഞാ മതി എന്ന് പറഞ്ഞത്? ദേ, അവൾ അറിയുന്നതിന് മുമ്പ് അവന്റെ കാര്യം അറിയാനുള്ള അവകാശം നിനക്കുണ്ട് ഡേയ്സമ്മേ. ഒന്നുമില്ലേലും നീ അവന്റെ പെറ്റതള്ളയല്ലേ. എന്നുവെച്ച് എല്ലാ കാര്യങ്ങളും എന്നെ തന്നെ വിളിച്ചറിയിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല അമ്മച്ചി. എന്നെയോ മാളുവിനെയോ ആരെയെങ്കിലും വിളിച്ച് എവിടെയാണ് എന്താണെന്ന് കൃത്യമായി പറയണം. അത്രേ ഉള്ളൂ.
ഗുഡ് മോർണിംഗ്. വരുന്ന വഴിയാണോ? ഇന്നലെ എവിടെയായിരുന്നു? ശരിക്കും നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നോ അതോ ഹോൾട്ട് വേറെ വല്ലയിടത്തും ആയിരുന്നോ? സോറി, ഐ മീൻ നമ്മുടെ അലീന ഡോക്ടറുടെ വീട്ടില്. അതാ ഞാൻ ഉദ്ദേശിച്ച കേട്ടോ. അറിഞ്ഞിട്ടിപ്പോ തനിക്കെന്ത് വേണം? ഏയ് എനിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. താഴെ ആന്റിക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, ഇന്നലെ വരാൻ ലേറ്റ് ആയപ്പോ ആന്റി എന്നോട് ചോദിച്ചു. ഒരു സംശയത്തിനും ഇട നൽകാതെ ഞാൻ പറഞ്ഞു ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന്. താങ്ക്സ്. അപ്പൊ തോന്നിയൊരു ബുദ്ധിക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കള്ളം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ കള്ളം പറയണമെങ്കിൽ നേരത്തെ ഒന്ന് ഇൻഫോം ചെയ്തേക്കണേ. ആ പിന്നെ അലീന ഡോക്ടർ എന്ത് പറയുന്നു? ഓ സോറി, അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ലല്ലോ അല്ലേ? എന്താ തന്റെ ഉദ്ദേശം? വന്നു കയറിയ ഉടനെ തന്നെ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തിനാ? അപ്പൊ ഇറിറ്റേറ്റ് ചെയ്താൽ ആർക്കായാലും ദേഷ്യം വരും അല്ലേ? ഞാൻ നിന്നെ ഒരു കാര്യത്തിന് ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്നില്ലല്ലോ. ഡോക്ടർ വന്നില്ലെങ്കിൽ എന്താ? മറ്റു പലരും അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. മേക്ക് ഇറ്റ് ക്ലിയർ. വേണ്ട ഡോക്ടർ, എന്റെ മുന്നിൽ അങ്ങനെ പൊട്ടം കളിക്കുന്നു വേണ്ട. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ എളുപ്പ, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയാം. മനസ്സിലായില്ല? ഡോക്ടർക്ക് എത്ര പെട്ടെന്ന് ഇങ്ങനെ മാറാൻ കഴിഞ്ഞു എന്ന് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ സംശയങ്ങളെല്ലാം ക്ലിയറായി. മാറ്റം ഈയിടെയായിട്ട് സംഭവിച്ചതല്ല. എന്നെ പരിചയപ്പെടുന്ന ആ സമയത്ത് പോലും ഡോക്ടർ ഒരു കള്ള നാണയമായിരുന്നു. അലീനെ ഡോക്ടർക്ക് നേരത്തെ അറിയായിരുന്നു അല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു അല്ലേ? എന്താ ചോദിച്ചു കേട്ടില്ലേ? അവരെ നേരത്തെ അറിയാമായിരുന്നോന്ന്? യെസ്, അറിയായിരുന്നു. അതിനിപ്പോ എന്ത് വേണം? ഞങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ അറിയാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. അതൊന്നും തന്റെ കൺസേൺ അല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇത്ര അധപ്പതിക്കാൻ പറ്റുന്ന മനസ്സിലാക്കി തന്നതിന് ഡോക്ടറോട് എനിക്ക് തീർത്താലും തീരാത്ത നന്ദിയുണ്ട്. ഓ, നന്ദിയൊന്നും വേണമെന്നില്ല. അത് താൻ തന്നെ അങ്ങ് സൂക്ഷിച്ചോ. ജോക്കുട്ടാ, നോ നോ, ഡോക്ടർ ഇനി എന്ത് പറഞ്ഞാലും കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അല്പം റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. 24 മണിക്കൂർ ഇങ്ങനെ ചത്ത് പണിയെടുക്കേണ്ട കാര്യം എന്താ? ജോക്കുട്ടാ, നിന്റെ മരുന്ന് വല്ലതും ഇരിപ്പുണ്ടോ? അമ്മച്ചിക്ക് ഭയങ്കര ഉപ്പൂറ്റുവേന. അയ്യോ, ഇപ്പൊ ഒന്നും ഇരിപ്പില്ലല്ലോ അമ്മച്ചി. ഞാൻ പോയിട്ട് വരുമ്പോ കൊണ്ടുവരാം. അപ്പൊ നിനക്ക് സാമ്പിൾ മരുന്നൊന്നും കിട്ടത്തില്ലേ? വല്ല കുഴമ്പാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. കാല് നിലത്തോടാൻ വയ്യന്നേ. ഇപ്പൊ കയ്യിലൊന്നുമില്ല അമ്മച്ചി. ഞാൻ പോയിട്ട് വരുമ്പോ കൊണ്ടുവരാം. ഓ മതി മതി. ആ എന്നതാ രണ്ടുപേരും കൂടെ ഒരു ബഹളം? ഏയ് ഒന്നുമില്ല അമ്മച്ചി. വന്നു കയറിയ ഉടനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോണെന്ന് പറയാ ഡോക്ടർ. ഞാൻ പറഞ്ഞു ഇനി എന്തായാലും കുറച്ചേരം വിശ്രമിച്ചിട്ട് പോയാൽ മതിയെന്ന്. അതുപോരാ അമ്മച്ചി? അത് മതിയടാ ജോക്കൂട്ടാ. നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാ? നീ അല്ലാതെ അവിടെ വേറെ ഡോക്ടർമാരാരുമില്ലേ? ഈ പെങ്കൊച്ച് പറയുന്നതിലും കാര്യമുണ്ട്. അവനോ എന്റെ തടി മറന്ന് പണിയെടുക്കുന്ന എന്തിനാ? ദേ ഇങ്ങനെ പണിയെടുത്ത് നീ അങ്ങ് ആകെ കോലം കെട്ടു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. സ്വന്തം വീട് കുടുംബം എന്നൊക്കെ ഒരു ഉത്തരവാദിത്തം വേണ്ടേ? അപ്പോ അതെ, വേഗം പോയി കുളിച്ചിട്ട് വാ. ഞാൻ ആന്റിയോട് പറഞ്ഞ് ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാനെടുക്കാം. ഇച്ചിരി തന്റെ ഇടം കൂടുതലാണേലും അവളൊരു പാവാടാ. നിന്റെ കാര്യത്തിൽ അവൾക്ക് വലിയ ശ്രദ്ധയുണ്ട് അല്ലയോടാ മോനെ? ആണമ്മച്ചി. എന്നാലും അധികം അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കരുത്. എപ്പോഴും ഒരു പിടി നിന്റെ കയ്യിൽ വേണം കേട്ടോ. അല്ലെങ്കിലേ പെണ്ണിന് പിന്നെയും കൊമ്പ് മുളയ്ക്കും. ആ നീ എന്നാ പോയി കുളിച്ചേച്ചു വാ. എന്നിട്ട് വല്ലതും വന്ന് കഴിക്കേ. അവള് പറഞ്ഞ പോലെ കുറച്ച് റെസ്റ്റ് എടുക്ക്. ഒരു കോലമായി.